Good morning everyone. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോളജ് സ്കിൽസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പോർഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു പേര് തന്നെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് +2 കഴിഞ്ഞിട്ട് വരുന്ന ലെവൽസിൽ ഉള്ള എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ആ എഡ്യൂക്കേഷന് എന്തൊക്കെ തരത്തിലുള്ള നോളജ് സ്കിൽസ് ആണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ പോർഷൻ വരുന്നത്. സോ അതിന് എന്തൊക്കെയാണ് നോളജ് സ്കിൽസ് വേണ്ടത് എന്നുള്ളത് അറിയുന്നതിന് മുമ്പേ 3 കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ആ 3 കാര്യങ്ങളൊന്നുമല്ല, വേറൊന്നുമല്ല, ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ് ആൻഡ് ഹൗ ടു മാനേജ് ദ നോളജ്. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്താണ് നോളജ് സ്കിൽസ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, സോ നോക്കാം. ആദ്യം പറയുന്നത് ഡേറ്റ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കളക്ഷൻ ഓഫ് ഫാക്ട്, ഫിഗേഴ്സ് ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ റോ ആയിട്ട് കിട്ടുന്ന ചില ഫാക്ട്, ഫിഗേഴ്സ് റോ ആയിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് തന്നെയാണ്, പക്ഷെ അതൊരിക്കലും ഓർഗനൈസ്ഡ് ഫോമിൽ കിട്ടുന്നതല്ല, പ്രോസസ്ഡ് ഫോമിൽ കിട്ടുന്നതല്ല. പകരം എങ്ങനെയാണ് ഈ പറയുന്ന മാതിരി ചില റോ ആയിട്ടുള്ള ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ആണ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന പിക്ചറിൽ തന്നെ നമുക്കറിയാൻ പറ്റും, കുറച്ച് പെർസെൻറ്റേജസ് വന്നിട്ടുണ്ട്, അതിൽ കുറേ എണ്ണത്തിന് നെഗറ്റീവ് ഫിഗേഴ്സ് ഉണ്ട്. പക്ഷെ ഇത് എന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. എന്ത് വേണേലും ആകാം അല്ലേ. ചിലപ്പോൾ പാസ്റ്റ് പെർസെൻറ്റേജ് ആകാം, ഗ്രോത്ത് ആകാം, എന്തിൻ്റെയും അങ്ങനെ പലതും ആണെങ്കിലാകാം. നമുക്ക് ജസ്റ്റ് ഇതായിരിക്കും എന്ന് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, അസ്യൂം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. സോ ഇതാണ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് കുറച്ച് നമ്പേഴ്സോ കുറച്ച് ഫിഗേഴ്സോ കുറച്ച് പേര് പോലുള്ള കാര്യങ്ങളോ ഉണ്ടാകും, പക്ഷെ അതെന്താണ് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ഉള്ള ഫോമിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രോസസ്ഡ് അല്ലാത്ത റോ ഫോമിൽ അവൈലബിൾ ആകുന്ന ഒരു എന്താണ് സെറ്റ് ഓഫ് ഫാക്ട് അല്ലെങ്കിൽ ഫിഗേഴ്സ്, അതിനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് അൺഓർഗനൈസ്ഡ് ഇൻ നേച്ചറാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഓർഗനൈസ് ചെയ്യുവാണെന്ന് വിചാരിച്ചു, അപ്പോൾ ഇത് ഡേറ്റ അല്ല, അപ്പോൾ ഇത് എന്താണെന്ന് അറിയാമോ, അപ്പോൾ ഇത് ഇൻഫർമേഷൻ ആയിട്ട് മാറും. സോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പ്രോസസ്ഡ് ഫോം ഓഫ് ഡേറ്റേനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡേറ്റേനെ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പ്രോസസ്സ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിക്ക് എന്താണ് മാറ്റിയെടുക്കുമ്പോഴത്തേക്കും അത് ഇൻഫർമേഷനായിട്ട് മാറും. ഓക്കെ, സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡേറ്റനെക്കാട്ടിലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് യൂസ്ഫുൾ. കാരണം മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പോർഷനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആണല്ലോ. ഡേറ്റ ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് മീനിങ് ഫുൾ, ഇറ്റ് ഈസ് പ്രോസസ്ഡ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ മീനിങ് ഫുൾ മാനർ അല്ലേ. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷനാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുക. ഇനി അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരാൾക്ക് അവൈലബിൾ ആകുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. അതായത് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ഫോർ സ്പെസിഫിക് എൻഡ് യൂസേഴ്സ് ഫോർ ദെയർ സ്പെസിഫിക് പർപ്പസ്. ഒരാളുടെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആകുന്ന ഒന്നിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പിക്ചേഴ്സ് തന്നെ നോക്കിക്കാം, നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ, പല സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. നമുക്ക് ബുക്സ് വഴി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, ലാപ്ടോപ്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മീഡിയം, ദാറ്റ് ഈസ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കാര്യം മാത്രമാണ്. സോ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന മീഡിയം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺസിൽ വഴി ഗൂഗിൾ വഴി കയറിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അങ്ങനെ പല രീതിക്ക് ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ മാതിരി ഒരു പെർട്ടിക്കുലർ കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറിയാനുള്ളത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടേമിനെ പറ്റിയിട്ടാണെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. അത് പ്രോസസ്ഡ് ആണ്, അത് ഓർഗനൈസ്ഡ് ആണ് അല്ലേ, മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആണല്ലോ. സോ അതിനെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ സെയിം കാര്യം നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. സോ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഫുൾ ആയിട്ട് സ്പെസിഫിക് എൻഡ് യൂസേഴ്സിന് അവരുടെ നീഡ്സ് എന്താണോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്തോ അതിനെ ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ടേമാണ് നോളജ്. സോ ഇതൊരു ഹൈറാർക്കി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തെ ബേസിനകത്ത് ഡേറ്റ വരും, അതിൻ്റെ മുകളിനകത്ത് ഇൻഫർമേഷൻ വരും, അതിനെ വീണ്ടും ഒന്നും കൂടി ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ പ്രോസസ്സ് ചെയ്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്നതാണ് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ പിക്ചേഴ്സിൽ കാണുന്ന പോലെ തന്നെയാണ്.
അതായത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സ് ആരൊക്കെയോ പ്രോസസ്സ് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ ആകാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രോസസ്സ് ചെയ്ത ഡേറ്റ ആകാം. അതിൻ്റെ ബേസിസിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷനെ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസും അതേപോലെ തന്നെ നമ്മുടെ ഇൻസൈറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് നോളജ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും സയൻസ് ലാബിൽ പോകാറുണ്ടല്ലോ. സോ സയൻസ് ഈ പറയുന്ന അതിൽ ലാബിൽ കയറുന്നതിന് മുമ്പ് ടീച്ചർ എന്തിനും ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുതരും. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ എൻഡ് റിസൾട്ട് ഇതൊക്കെ ആകാം എന്നുള്ള രീതിക്ക് നമുക്കൊരു ഇൻഫർമേഷൻ തരും അല്ലേ. അതിനുശേഷം നമ്മൾ കയറി ലാബിൽ പോയി അത് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്ത് നമുക്ക് ആ കിട്ടുന്ന റിസൾട്ടും അതേപോലെ നമ്മുടെ ഇൻസൈറ്റ്സും കൂടെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഇൻഫർമേഷൻ മീൻസ് ഇന്ന റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു എന്ത് കിട്ടും, നോളജ് കിട്ടും. ആണല്ലോ, അതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. അതായത് നോളജ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇൻഫർമേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ്. അതായത് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നോളജ് എന്ന് പറയുന്നത് പ്യുവർലി പേഴ്സണലൈസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെത് മാത്രമായിരിക്കും, അത് വേറൊരാൾക്ക് ചിലപ്പോൾ കിട്ടണം എന്നില്ല. സോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഗ്യാതേർഡ് ത്രൂ സ്റ്റഡി ഓർ എക്സ്പീരിയൻസ് വഴിയോ അല്ലെങ്കിൽ സ്റ്റഡി വഴിയോ ഗ്യാദർ ചെയ്തിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനെയാണ് എന്തെന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത്. സോ 3 ടേംസ് നമ്മൾ നോക്കി, ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ റോ ആയിട്ടുള്ള ഫാക്ട്സ് ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അത് അൺപ്രോസസ്ഡ് ആയിട്ടുള്ള രീതിക്കുള്ള ഫാക്റ്റ് ആണെന്ന് പറഞ്ഞു. അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് മാറ്റുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പേർപ്പസിന് വേണ്ടി അതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റുമ്പോൾ സ്പെസിഫിക് എൻഡ് യൂസേഴ്സ് അത് യൂസ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ഇൻഫർമേഷൻ ആയിട്ട് മാറുന്നു. ഇതേ ഇൻഫർമേഷൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസും ഇൻസൈറ്റ്സും ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് നോളജായിട്ട് മാറുന്നു. അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നോളജ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ നോളജ് എന്നുള്ളത് പറഞ്ഞു അല്ലേ. ഇനി പറയുന്നത് ഈ നോളജിൻ്റെ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. സോ നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ്, ഷെയറിങ് ആൻഡ് യൂസിങ് ആൻഡ് മാനേജിങ് ദ നോളജ്. ഓക്കെ, സോ നമ്മൾ നോളജ് ഉണ്ടാക്കിയെടുക്കുന്നതും ആ ഉണ്ടാക്കിയെടുത്തേക്കുന്ന നോളജിനെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതും അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻസ് എടുക്കുകയും അതുവഴി നോളജ് എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിനെ തന്നെ മാനേജ് ചെയ്യുന്നതിനെ നോളജ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സിംപ്ലി നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 2 രീതിക്ക് നമുക്ക് പറയാൻ പറ്റും, ഓർഗനൈസേഷൻ്റെ പെർസ്പെക്റ്റീവിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പെർസ്പെക്റ്റീവിലും. സോ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന് പല രീതിക്കുള്ള നോളജ് ആവശ്യമായിട്ട് വരും ആണല്ലോ. സോ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിൽ നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അപ്രോച്ച് ആണെന്ന് പറയാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് നോളജ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു ഓർഗനൈസേഷന് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡിസിഷനെ ബേസ് ചെയ്യുന്നത് നോളജിൻ്റെ ബേസിസിലായിരിക്കും. അതായത് ഒരു ഓർഗനൈസേഷന് കിട്ടുന്ന ഇൻഫർമേഷനും അതേപോലെ തന്നെ എക്സ്പീരിയൻസും ആ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുടെ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ അവരുടെ അസംഷൻസ് അല്ലെങ്കിൽ അവരുടെ ധാരണകളുടെയും ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നോളജ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തുള്ള നോളജിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, അതിനെ ഷെയർ ചെയ്യുക, അതിനെ യൂസ് ചെയ്ത് ഡിസിഷൻ എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നോളജ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മൾട്ടി ഡിസിപ്ലിനറി ആവാണെന്ന് പറയാൻ കാരണം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ പല രീതിക്കുള്ള കാര്യങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നോളജിനെ പ്രോസസ്സ് ചെയ്യാനും യൂസ് ചെയ്തെടുക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിൽ തന്നെ ഇങ്ങനെ പ്രോപ്പർലി അനലൈസ് ചെയ്ത് മാറ്റിയെടുക്കുന്ന ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നോളജായിട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് എടുക്കുന്ന ഇൻഫർമേഷൻ അതിനെ അവർ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് നോളജാക്കി മാറ്റും. ഈ നോളജാക്കി മാറ്റുന്നതിന് ആവശ്യമുള്ള ടൈമിന് എടുത്തിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവിൽ നോളജിനെ മാനേജ് ചെയ്യുക. ഇനി ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ തന്നെ ഇരിക്കട്ടെ, നമുക്ക് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് വഴിയും ഇൻഫർമേഷൻ വഴിയും നമ്മുടെ മൈൻഡിലുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസ് വരുമ്പോൾ ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസരം വരുമ്പോഴത്തേക്കും എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ നമുക്ക് തന്നെ ഉണ്ടാവും. അതിൻ്റെ ബേസിസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിസിഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ്
സിംപ്ലി നോളജ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി പറയുന്ന നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഓക്കെ, അതൊരു പ്രോസസ്സാണ്, അതൊരു എന്താണ് സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയാൻ പറ്റും. ഒരിക്കലും എൻഡിങ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സല്ല, സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണ് നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും എന്നുള്ളത് നോക്കാം. സോ നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, ഓർഗനൈസിങ്, അനലൈസിങ്, സമ്മറൈസിങ് ആൻഡ് സിന്തസൈസിങ് ഓഫ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഡേറ്റിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, അപ്പോഴത്തേക്ക് അത് ഇൻഫർമേഷൻ ആയിട്ട് മാറുവാണ്. എന്നിട്ട് നമ്മളതിനെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. എന്നിട്ട് നമ്മൾ പല കാര്യങ്ങൾ വഴി അതിനെ അനലൈസ് ചെയ്യുന്നു. ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് അനാലിസിസ് നമ്മൾ എന്തിലേക്ക് പോകും, സിന്തസൈസിങ്ങിലേക്ക് പോകും. അതായത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി എന്നുള്ള രീതിയിലേക്ക് പോകും. ആൻഡ് അതിൻ്റെ ബേസിസിൽ ഡിസിഷൻസ് എടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് കളക്ടിങ് എന്നുള്ളതാണ്. കളക്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, അതും റെലവൻ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂൾസ്, അതായത് ഓർഗനൈസേഷൻ തന്നെ സെറ്റ് ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂൾസ് വഴി നമ്മളതിനെ ഓർഗനൈസ് ചെയ്ത് മാറ്റുന്നു. അങ്ങനെ ഡേറ്റേനെ ഓർഗനൈസ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ബൈ യൂസിങ് വേരിയസ് സമ്മറൈസിങ് ടെക്നിക്സ് സച്ച് എസ് സോഫ്റ്റ്വെയർസ്, ചാർട്ട് എക്സെട്ര. ചില സോഫ്റ്റ്വെയർസും ചാർട്ടും യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷനെ സമ്മറൈസ്ഡ് ഫോമിലേക്ക് മാറ്റുന്നു. അതുവഴി എന്താണോ എസെൻസ് അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് അതിനെ നമുക്ക് സമ്മറി എന്ന് പറയാൻ പറ്റും. സോ ആ സമ്മറി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒബ്റ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യും. എന്തിനാണ് അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പും അതേപോലെ തന്നെ പാറ്റേൺസും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷനെ നമ്മൾ അനലൈസ് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് പലതരത്തിലുള്ള അനലൈസിങ് ടെക്നിക്സാണ്. ഓക്കെ, ഇങ്ങനെ അനലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യും. അതായത് ഈ അനാലിസിസിൻ്റെ ബേസിസിലാണ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ അല്ല, അതിന് മുന്നത്തെ എന്ന് പറയാൻ പറ്റുന്നത് സിന്തസൈസിങ് ആണ്. സിന്തസൈസിങ്ങിനകത്ത് ഇവിടെയാണ് ഏറ്റവും മെയിൻ സ്റ്റേജ് എന്ന് പറയുക. ഇവിടെയാണ് നമ്മൾ ഇതുവരെ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നോളജായിട്ട് മാറുന്നത്. സോ ഇവിടെ നമ്മൾ ആ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നോളജിനെ ഇൻഫർമേഷനെ നോളജാക്കി മാറ്റി നോളജായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷം ആ പറയുന്ന നോളജ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളതിനെ ഡിസിഷന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സിനകത്ത് വരുന്നത്. സോ നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 6 സ്റ്റെപ്പുള്ളൊരു പ്രോസസ്സാണ്. അതൊരു സൈക്ലിക് പ്രോസസ്സാണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു ബൈ യൂസിങ് വേരിയസ് മെഷേഴ്സ്. അതിനുശേഷം കളക്ട് ചെയ്തേക്കുന്ന ഡേറ്റേനെ ഓർഗനൈസേഷൻ്റെ റൂൾസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഡേറ്റേനെ നമ്മൾ സമ്മറൈസ് ചെയ്യുന്നു. അതിൽ നിന്നും എസെൻസ് എന്താണോ അത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ കളക്ട് ചെയ്ത് സമ്മറൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഫർമേഷനെ അനലൈസ് ചെയ്യുന്നു. അതുവഴി റിലേഷൻഷിപ്സും പാറ്റേൺസും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് ദെൻ സിന്തസൈസിങ് ഓഫ് ഇൻഫർമേഷൻ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അനാലിസിസ് നമുക്ക് കിട്ടിക്കാണും. അതിനെല്ലാം കൂടി എന്താക്കി മാറ്റുന്നു, നോളജാക്കി മാറ്റുന്നു. എന്നിട്ട് ഓർഗനൈസേഷൻ അതിനെ നോളജായിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ സ്റ്റോർ ചെയ്തേക്കുന്ന നോളജിനെ ഇൻഫർമേഷൻ ആവശ്യമുള്ള ടൈമിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത്രയുമാണ് നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. സോ നമ്മളിത് നോക്കിയത് എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ, എന്താണ് നോളജ്, അതായത് ഇതിൻ്റെ 3ന്റെ ഹൈറാർക്കിനെ പറ്റി പറഞ്ഞു. അതിനുശേഷം പറയുന്നത് എന്താണ് നോളജ് മാനേജ്മെൻറ്റ്, എന്തൊക്കെയാണ് നോളജ് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള എലമെൻറ്റ്സ്. സോ ഇത്രയുമാണ് ആസ് എൻ ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റുന്നത്. So thank you.